CSM ടീച്ച് ആൻഡ് ലേണിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുൻപിൽ കാണുന്ന ഏതൊരു പ്രതിഭാസത്തെയും എന്തുകൊണ്ട് എന്ന് ചോദിച്ച് അതിൻ്റെ ഉത്തരം അന്വേഷിക്കലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മറ്റൊരു വശം. നിങ്ങൾ എന്നും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് നമ്മൾ വിഷയമായി എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഊതുകയാണെങ്കിൽ അത് കെട്ടുപോകും. ഒരു മെഴുകുതിരിയിലേക്ക് ഊതിയാലും ഇത് തന്നെ സംഭവിക്കും. എന്നാൽ നമ്മൾ കനലായി നിൽക്കുന്ന ഒരടുപ്പിലേക്കാണ് ഊതുന്നത് എങ്കിൽ അത് തുടർന്ന് ആളിക്കത്തുകയാണ് ചെയ്യുന്നത്. അതായത് തീയായി നിന്നിരുന്ന തീപ്പെട്ടിക്കൊള്ളി ഊതിയപ്പോൾ കനലായി മാറി. എന്നാൽ കനലായി നിന്നിരുന്ന അടുപ്പ് ഊതിയപ്പോൾ തീയായി മാറി. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഒന്ന് തന്നെ, പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന റിയാക്ഷൻ തികച്ചും വ്യത്യസ്തവും ഓപ്പോസിറ്റ്. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് രസകരമായ ഒരു വസ്തുത കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷേ അവ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചിന്തിക്കാറില്ല. ഹൈസ്കൂൾ തലത്തിലെ അധ്യാപകരിൽ പോലും പലർക്കും ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റാറില്ല. എല്ലാവർക്കുമല്ല, പലർക്കും. ഉത്തരത്തിനായി നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ പോസ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തി അത് എഴുതി വെച്ചതിന് ശേഷം ശരിയാണോ എന്ന് നോക്കാൻ നമുക്ക് ബാക്കി ഭാഗം കാണാം. വിദ്യാഭ്യാസവും വിനോദവും കോർത്തിണക്കി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത്. ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എന്നീ പ്രാഗൽഭ്യങ്ങളെ അഥവാ സ്കില്ലുകളെ വികസിപ്പിച്ച് ജീവിതത്തിലെ എല്ലാ തുറകളിലും വിജയിക്കാൻ ഈ ചാനൽ ഉപകരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക് മുതലായവ നിങ്ങളുടെ ഇഷ്ടം പോലെ. Welcome to CSM Teach and Learn. ഇതിൻ്റെ ഉത്തരമായി ആദ്യം നിങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം ഞാൻ പറയാം. നമ്മൾ ഊതുമ്പോൾ വായിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡാണ് വരുന്നത്. ഇതാണ് മെഴുകുതിരിയെ കെടുത്തുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ രണ്ട് സംഭവങ്ങൾ കണക്റ്റ് ചെയ്താണ് ചോദിച്ചിരുന്നത്. ഒരിടത്ത് കെട്ടുപോകുന്നു, ഒരിടത്ത് കത്തുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞ ഉത്തരം ഒന്നിൻ്റെ മാത്രം ഉത്തരമാണ്. നമ്മളെപ്പോഴും ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ സമഗ്രമായ ഉത്തരമായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒരു ഭാഗം മാത്രം ഉത്തരം കിട്ടുമ്പോഴേ ഉത്തരം കിട്ടിയെന്ന് വിചാരിച്ച് പറയാതിരിക്കും. അതുമാത്രമല്ല, സാങ്കേതികമായും ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാണ് കിടന്നത് എന്ന പ്രസ്താവന തെറ്റാണ്. കാരണം നമ്മൾ ഊതുന്നതിന് പകരം ഒരു ഫാനിൻ്റെ മുൻപിലോ പുറത്ത് കാറ്റത്തോ ആണ് ഇത് ചെയ്യുന്നതെങ്കിലും മെഴുകുതിരിയും തീപ്പെട്ടിക്കൊള്ളിയും കെട്ടുപോകും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വായിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഇതിനെ കെടുത്തുന്നത്. പിന്നെ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിലെ ഒരു പ്രധാന ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഉത്തരം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും ശരിയാണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് അവതരിപ്പിക്കാവൂ. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആദ്യം നമുക്ക് കിട്ടുന്നത് ദിസ് മേ ബി ദ ആൻസർ എന്നായിരിക്കും. അത് അല്പം കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഷുഡ് ബി ദ ആൻസർ. പക്ഷേ വളരെ ഭംഗിയായിട്ട് ചിന്തിച്ചാൽ അവസാനം നമ്മൾ ദിസ് മസ്റ്റ് ബി ദ ആൻസർ എന്ന പോയിന്റിലെത്തും. അതായിരിക്കണം ശരിയായ ഉത്തരം. അപ്പോൾ മസ്റ്റ് ബി കിട്ടുന്നത് വരെ നമ്മൾ അതിനെ വിശകലനം ചെയ്യുക എന്ന ഒരു സ്വഭാവം കൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. നമുക്ക് നമ്മളുടെ പ്രശ്നത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ
നമ്മൾ 2-3 കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, എന്താണ് കത്തൽ? നമ്മൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ എല്ലാവർക്കും അറിയാം, കത്തുമ്പോൾ ഓക്സിഡേഷൻ എന്ന പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. ഓക്സിജനുമായി ചേർന്ന് അവയുടെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. സാധാരണഗതിക്ക് നമ്മളുടെ എല്ലാത്തരം ഇന്ധനങ്ങളും കാർബണിക ഇന്ധനങ്ങളായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്. ഇവിടെയും തീപ്പെട്ടിക്കൊള്ളിയിലും വിറക് അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ചെറിയ ഭാഗം, അടുപ്പിലെ വിറക്, ഇവയെല്ലാം തന്നെ കാർബണിക ഇന്ധനമാണ്. അതുകൊണ്ട് ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന പ്രക്രിയയാണ് കത്തൽ. പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. അതായത് ഇന്ധനം അവിടെ ഇരിപ്പുണ്ട്, ഓക്സിജൻ അന്തരീക്ഷത്തിലുമുണ്ട്. എന്തുകൊണ്ട് ഇവ ഓക്സൈഡ് ആകുന്നില്ല അല്ലെങ്കിൽ കത്തൽ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇന്ധനം കത്തണമെങ്കിൽ അതിന് ഓക്സിഡേഷൻ തുടങ്ങാൻ ആവശ്യമായ ഒരു ഊഷ്മാവിലേക്ക്, ഒരു ടെമ്പറേച്ചറിലേക്ക് അതിനെ ഉയർത്തണം. ഇങ്ങനെ ഉയർത്തിയാൽ മാത്രമേ കത്തൽ എന്ന് പറയുന്ന പ്രതിഭാസം തുടങ്ങുകയുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് തീ കൊളുത്തിയിട്ട് കത്തൽ തുടങ്ങുന്നതിൻ്റെ കാരണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കത്തൽ തുടരണമെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, കത്തുമ്പോൾ വെളിയിൽ വരുന്ന ഊർജ്ജം ഉപയോഗിച്ച് ബാക്കിയുള്ള ഇന്ധനത്തിനെ അതിൻ്റെ കത്തുന്ന ഊഷ്മാവിലേക്ക്, ചൂടിലേക്ക് എത്തിക്കണം. ഇതാണ് കത്തൽ തുടരാൻ കാരണം. അടുപ്പ് കത്തിച്ചിട്ടുള്ള പലർക്കും അറിയാം, മഴക്കാലത്ത് അടുപ്പിൽ വിറകിനെ എങ്ങനെയെങ്കിലും കത്തിച്ചാൽ, നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് അല്പം നേരവും കൂടി തീയെ സംരക്ഷിക്കാൻ അവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ തീ കെട്ടുപോകും. നമ്മുടെ അമ്മമാർ പറയും, അടുപ്പിൽ തീ പിടിച്ചില്ല എന്ന് പറയും. അതിൻ്റെ കാരണം, കത്തുന്ന തീയിൽ നിന്നും വെളിയിൽ വരുന്ന ചൂട് അടുപ്പ് ചൂടാവാനായിട്ട് എടുക്കുന്നു. അടുപ്പ് തണുത്തിരിക്കുകയാണ്. അതായത് ബാക്കിയുള്ള ഫ്യൂവലിനെ, വിറകിനെ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം കത്തുക എന്ന് പറയുന്ന പ്രതിഭാസം നടക്കണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം, ഇന്ധനം വേണം, ഇന്ധനത്തിനെ ആ ചൂടിലേക്ക് എത്തിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു സംഭവം കുറഞ്ഞാൽ കത്തൽ നിന്നു പോകും. തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും ഇതുതന്നെയാണ്. വെള്ളമൊഴിച്ചാൽ ഉണ്ടാകുന്ന ചൂടിൽ കുറേ വെള്ളം ആവിയാകാനായിട്ട് ഉപയോഗിക്കുന്ന കാരണം ബാക്കിയുള്ള ഇന്ധനത്തിന് കത്താൻ വേണ്ട ഊഷ്മാവ് കിട്ടില്ല. ഇന്ധനത്തിനെ അവിടുന്ന് മാറ്റിയാൽ കത്താൻ ഇന്ധനം ഇല്ലാതെ വരുമ്പോഴും കത്തില്ല. അതാണ് ഒരു കടയ്ക്കോ വല്ലതും തീ പിടിക്കുമ്പോൾ തൊട്ടടുത്ത കടകളിലെ കത്താൻ സാധ്യതയുള്ള വസ്തുക്കളെല്ലാം അവിടുന്ന് മാറ്റുന്നതിൻ്റെ കാരണം ഇന്ധനത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. വെള്ളമൊഴിച്ച് തീ കെടുത്തുന്നതും ഇങ്ങനെയാണ്. അല്ലെങ്കിൽ തീ കത്താത്ത ഒരു മൂടി കൊണ്ട് അതിനെ അടച്ചാൽ അതിനകത്തെ ഓക്സിജൻ ഇല്ലാണ്ടാക്കി കളയും. അങ്ങനെയും തീ കെടുത്താം. ഒരു സ്ഫോടനം മൂലം ചുറ്റുപാടുമുള്ള ഓക്സിജനെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ കത്തൽ നിന്നുപോകും. ഈ അവസ്ഥയിലൊക്കെ നമ്മൾ തീ കെടുത്താറുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ കത്തൽ തുടരേണ്ടതിൻ്റെ സാഹചര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് കുത്തനെ മുകളിലോട്ട് പിടിച്ചാൽ, അതായത് ഇങ്ങനെ പിടിച്ചാൽ അത് അധികം സമയത്തിന് മുൻപേ കെട്ടുപോകുന്നത് കാണാം. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ കത്തുക എന്ന ഫ്ലെയിമിൽ നിന്ന് വരുന്ന ചൂട് മുകളിലോട്ട് പോകും. താഴെയുള്ള കൊള്ളിയുടെ ഭാഗത്തിനെ അത് ചൂടാക്കുകയില്ല. ഇതേ തീപ്പെട്ടിക്കൊള്ളി തന്നെ കത്തിച്ചിട്ടുള്ള പരിചയമുള്ളവർക്കറിയാം, കത്തിച്ചിട്ട് ഇങ്ങനെ ഒരു ശകലം ചെരിച്ച് പിടിച്ചാലാണ് കൊള്ളി മുഴുവൻ കത്തുക. അതായത് ഇങ്ങനെ പിടിച്ചാൽ. ഇനി തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചാലോ, വളരെ പെട്ടെന്ന് ബാക്കി കൊള്ളി മുഴുവൻ കത്തിത്തീരും. നമുക്കറിയാം, തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചിട്ട് കൂടുതൽ മെഴുകുതിരികളെ കത്തിക്കുന്ന മത്സരമുണ്ട്. അതിനകത്ത് കൊള്ളി അധികം സമയം കത്തി നിൽക്കുകയും വേണം, കെട്ടുപോകാതിരിക്കണം, എന്നാൽ തിരികളെ കത്തിക്കുകയും വേണം. അങ്ങനെയാണ് ആ മത്സരം ജയിക്കുക.
അപ്പോൾ തീപ്പെട്ടിക്കൊള്ളിയിലേക്ക് ഊതിയാൽ എന്താ സംഭവിക്കുന്നത്? തീപ്പെട്ടിക്കൊള്ളിയിലേക്ക് ഊതിയാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാറ്റ് കാരണം അതിൻ്റെ ഫ്ലെയിം അല്ലെങ്കിൽ തീനാളം അല്ലെങ്കിൽ ചൂടുണ്ടാകുന്ന സ്ഥലം ഫ്യൂവലുള്ള അല്ലെങ്കിൽ കൊള്ളിയുടെ ഭാഗത്തുനിന്ന് മാറിപ്പോവും. അല്ലെങ്കിൽ ബാക്കിയുള്ള കൊള്ളിയെ ചൂടാക്കാൻ ഈ കത്തുന്ന തീക്ക് പറ്റില്ല. കാരണം ഫ്ലെയിം അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ടാകും. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള കൊള്ളിയുടെ ഭാഗം ചൂടാകാതെ അത് കെട്ടുപോകും. അതായത് ഫ്യൂവലിനെ ചൂടാക്കാൻ പറ്റിയില്ല. എന്നാൽ അടുപ്പിലാണ് ഊതണമെങ്കിലോ? അവിടെ ഊതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അടുപ്പിലേക്ക് ഊതുമ്പം ഇങ്ങനെ വാവ ചൂതിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നും കൂടുതൽ എയറല്ലേ അങ്ങോട്ട് ചെല്ലുന്നേ, അന്നേരം കത്താൻ സാഹചര്യം കൂടുതലല്ലേ. പക്ഷെ കത്തുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടുപ്പിലേക്ക് ഊതുമ്പോൾ നമ്മൾ വേറെ കുറച്ച് സൂത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, അടുപ്പിലേക്ക് ഊതുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചാണ് ഊതുന്നത്. അടുപ്പിലേക്ക് ഊതുമ്പോൾ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചാണ് ഊതുന്നത്. അപ്പോൾ ഈ ചെറിയ സുഷിരത്തിൽ കൂടി വെളിയിലേക്ക് വരുന്ന ഉച്ഛ്വാസവായു, കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എങ്കിൽ പോലും അത് സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പം ഈ ചുറ്റുവട്ടത്ത് ഒരു മർദ്ദം കുറയും, ലോ പ്രഷർ ഉണ്ടാവും. അപ്പം ഇവിടെയുള്ള വായുവിലെ ഓക്സിജൻ അല്ലെങ്കിൽ അന്തരീക്ഷ വായു ഇതിനോട് കൂടിച്ചേരും. അപ്പോൾ നമ്മൾ ഊതുന്ന വായുവിനേക്കാൾ കൂടുതൽ അന്തരീക്ഷ വായു അകത്ത് ചേരുന്നുണ്ട്. അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ അതൊരു കുഴൽ ഉപയോഗിച്ച് നിയന്ത്രിക്കും. എങ്ങോട്ടാണോ എത്തേണ്ടത് അങ്ങോട്ട് നിയന്ത്രിക്കും. അങ്ങനെ അവിടെ എത്തിക്കും. അപ്പം അവിടെ കനലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഊതുന്നത്. അവിടെ കനലുണ്ട്, പക്ഷേ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണത് എളുപ്പത്തിൽ കത്താറ്. കാരണം ഇടുങ്ങിയ പ്രദേശമാണ്, അടുപ്പാണ്, അതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം സഫിഷ്യൻ്റ് ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ്. അങ്ങോട്ട് നമ്മൾ സഫിഷ്യൻ്റ് ഓക്സിജൻ എത്തിക്കുന്നു, അപ്പോൾ അത് വേഗം കത്തും. അതിൻ്റെ കത്തുന്നതിൻ്റെ റേറ്റ് കൂടുന്നു. ഇതാണ് അടുപ്പിലേക്ക് ഊതുമ്പോൾ കത്താനും എന്നാൽ മെഴുകുതിരിയിലേക്കോ തീപ്പെട്ടിക്കുള്ളിലേക്കോ ഊതുമ്പോൾ കേടാനുമുള്ള കാരണം. നോക്കൂ, നമ്മൾ കാണുന്ന സംഭവം വളരെ നിസ്സാരമാണ്. പക്ഷെ അതിന് അനേകം സയൻസുകൾ അറിഞ്ഞോ അറിയാതെയോ ഒത്തുചേർന്നാണ് ആ പ്രതിഭാസം ഉണ്ടാകുന്നത്. പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും ഇങ്ങനെയാണ്. ഒരു പ്രത്യേക അളവിൽ, ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ ആ പ്രതിഭാസം സംഭവിക്കുകയുള്ളൂ. മഴവില്ലും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ സസൂക്ഷ്മം പഠിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ഉത്തരത്തിലെത്തുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ഭാഗം. അതിനെ വിശദീകരിക്കാനാണ് ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുത്തത്. അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഒരു വിഷയമായി നമുക്ക് കാണാം. താങ്ക് യു.